കാന്തപുരം സുന്നി വിഭാഗത്തിനെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി കാന്തപുരം സുന്നി വിഭാഗത്തിൻ്റെ മുസ്ലിയാർ അബൂബക്കർ മുസ്ലിയാർ എവിടെ പോയി? പ്രധാനമന്ത്രിയെ കാണാൻ പോയി. അത് സമസ്തയുടെ മേഖലയുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഇന്നലെ ഒരു മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തു. മർക്കസ് യുനാനി കോളേജിന് എയ്ഡഡ് പദവി കൊടുത്തു. എയ്ഡഡ് പദവി കൊടുത്താലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പിയൂണ് മുതൽ ഡ്രൈവർ മുതൽ പ്രിൻസിപ്പാൾ വരെയുള്ള എല്ലാവരുടെയും ശമ്പളം ഇനി സർക്കാർ കൊടുക്കും. വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഒരു കോളേജിന് എയ്ഡഡ് പദവി കൊടുക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയാണ്. പക്ഷേ കൊടുക്കാറുണ്ട്. യഥാർത്ഥത്തിൽ യുനാനി കോളേജിന് എയ്ഡഡ് പദവി കൊടുത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിന് എയ്ഡഡ് പദവി കൊടുക്കുന്നതിനോടൊന്നും നമുക്ക് യാതൊരു അഭിപ്രായവുമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. അതൊക്കെ സർക്കാരിൻ്റെ കാലാകാലങ്ങളിലെ നയമനുസരിച്ച് ചെയ്യട്ടെ. പക്ഷെ നമുക്കിപ്പോൾ വേറൊരു കാര്യം ചോദിക്കാനുള്ളത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ എങ്ങോട്ട് പോയി എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശന് UDF-നെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആക്ഷേപം UDF വന്നാൽ ലീഗ് ഭരിക്കും, ജമാഅത്ത് ഭരിക്കും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും UDF-ൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞ സ്കൂള്, മലപ്പുറം ജില്ലയിൽ ഉമ്മൻചാണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞ സ്കൂള് ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിമാർ കൊടുത്തില്ല. അതുകൊണ്ട് ലീഗിനെ കൊല്ലണം, മുസ്ലിങ്ങളെ കൊല്ലണം, അല്ലെങ്കിൽ മുസ്ലിങ്ങളാകെ മലപ്പുറം ലീഗാകെ പ്രശ്നമാണ്. പറഞ്ഞു വരുമ്പോൾ മുസ്ലിങ്ങളെന്നാവും, പക്ഷേ പിന്നീട് വിശദീകരണം വരുമ്പോൾ അത് ലീഗാവും. മലപ്പുറത്തിനാണ് പറയുന്നത്. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ അത് വലിയ ആക്ഷേപമാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹം വലിയ കടുത്ത പ്രതിഷേധമാണ് നേരിട്ടത്. ആ പറയുന്നതിൻ്റെ മെരിറ്റ് പരിശോധിക്കണം, അത് വേറെ വിഷയം. അവർ പറയുന്ന അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിൻ്റെ മെരിറ്റും പരിശോധിക്കണം. കാരണം SNDP-ക്ക് SN ട്രസ്റ്റിനും കോളേജുകളും സ്കൂളുകളും കൊടുക്കുന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ അവർ അപ്ലൈ ചെയ്തിട്ട് കൊടുത്തോ, ഏതോ LP സ്കൂളോ പ്രൈമറി സ്കൂളിനെ അപ്പർ പ്രൈമറി സ്കൂളാക്കാനുള്ള ഒന്ന് ഗ്രേഡ് കൂട്ടാനുള്ളത് കൊടുത്തില്ല എന്നുള്ളതാണ് ഒരു പരാതി, ബേസിക് പരാതി. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം. അപ്പോഴാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ആൾ വർക്കല വെച്ചിട്ട് വെള്ളാപ്പള്ളിയോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ 10 വർഷമായി പിണറായി അല്ലേ ഭരിക്കുന്നത്, എന്തുകൊണ്ട് ഈ 10 വർഷമായിട്ട് താങ്കൾക്ക് ഇത് കിട്ടുന്നില്ല? നേരത്തേത്തുള്ളത് കിട്ടിയില്ല എന്ന് പരാതി പറയുമ്പോൾ, നേരത്തെ ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ സ്കൂൾ കൊടുത്തില്ല എന്ന് പരാതി പറയുമ്പോഴാണ് ആ റിപ്പോർട്ടർ ചാനൽക്കാരൻ ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്. റിപ്പോർട്ടർ ചാനലിലെ ഒരു ഫീൽഡ് റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ 10 വർഷമായിട്ട് ഭരിക്കുന്നത് പിണറായി വിജയനല്ലേ, അവിടെ നിന്ന് ഈ സ്കൂൾ വാങ്ങിച്ചെടുക്കാത്തത് അല്ലെങ്കിൽ കോളേജ് വാങ്ങിച്ചെടുക്കാത്തതെന്ന് വെള്ളാപ്പള്ളിയോട് ചോദിക്കുന്നു. ഉടൻ തന്നെ വെള്ളാപ്പള്ളി അതിന് തട്ടുന്നു, ബഹളമായി, അത് വലിയ വിഷയമായി. കേരളത്തിൽ അദ്ദേഹത്തെയും വെറ്ററനായിട്ടുള്ള സീനിയറായിട്ടുള്ള അദ്ദേഹത്തിനോട് എങ്ങനെ ചോദിക്കാമോ, ശിവഗിരി വെച്ച് ചോദിക്കാമോ, ആകെ നാശക്കോട്ടയായി. റിപ്പോർട്ടർ ചാനൽ പ്രതിയുമായി. പക്ഷേ ചോദ്യമാണ്, റിപ്പോർട്ടർ ചോദിച്ചൊരു ചോദ്യമാണ്. ശിവഗിരി വെച്ച് ചോദിക്കണ വേണ്ടെന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം. പക്ഷേ ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യം ഇപ്പോഴും നിൽപ്പുണ്ട്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊടുത്തില്ലെങ്കിലും 10 വർഷമായിട്ട് പിണറായിയുടെ ഗവൺമെൻറ്റിൽ ഇരിക്കുന്നത്, വാങ്ങിച്ചെടുക്കണ്ടേ വെള്ളാപ്പള്ളി? ഈഴവരാതി മറ്റ് പിന്നോക്ക സമുദായങ്ങൾക്ക് ആവശ്യമുള്ള ഈഴവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പിണറായിയുടെ നിന്ന് വാങ്ങിച്ചെടുക്കണ്ടേ? പിണറായി ഇപ്പോൾ മർക്കസ് യുനാനി കോളേജിനാണ് ഇത് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ മന്ത്രിസഭയിൽ. എന്തുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ 2 SN സ്കൂളുകളോ SN കോളേജുകളോ മലപ്പുറത്തേക്ക് തന്നെ വാങ്ങിച്ചെടുത്തില്ല വെള്ളാപ്പള്ളി? അപ്പോൾ വെള്ളാപ്പള്ളി ഇപ്പോൾ കേരളത്തിൽ അപഹാസ്യതനാവും. ഇതിൻ്റെ പേരിൽ ആളുകൾ പറഞ്ഞു തുടങ്ങും വെള്ളാപ്പള്ളി പിണറായിയെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും പിണറായിക്ക് വേണ്ടി വക്കാലത്തെടുക്കുന്നതും വാസവന് വേണ്ടിയും വീണ ജോർജിന് വേണ്ടിയിട്ടൊക്കെ വക്കാലത്തെടുക്കുന്നത് മറ്റ് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്, സമുദായ സ്നേഹം കൊണ്ടല്ല എന്ന് ഗോകുലം ഗോപാലനോ വിദ്യാസാഗറോ അങ്ങനെയുള്ള ആളുകളൊക്കെ വന്ന് പറഞ്ഞാൽ അതിനും ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. മർക്കസ് യുനാനി കോളേജിന് എയ്ഡഡ് പദവി കൊടുത്തതിനോട് നമുക്ക് അഭിപ്രായ വ്യത്യാസവും ഇല്ല. ആദ്യമേ പറയട്ടെ, അവർക്ക് കൊടുത്തത് സന്തോഷം, ആർക്കോ കൊടുക്കട്ടെ, അത് നമുക്ക് അഭിപ്രായമില്ല. NSS-നോ SNDP-ക്കോ ഇപ്പോൾ MES-ൻ്റെ എത്രയോ കോളേജുകളിൽ ഇങ്ങനെ അവർ എയ്ഡഡ് കോളേജാക്കാൻ വേണ്ടി, സ്കൂളാക്കാൻ വേണ്ടി അവർ അപേക്ഷയായിട്ട് നിൽക്കുന്നു. എത്രയോ സ്ഥലങ്ങളിൽ വേക്കൻസികളുണ്ട്, ആളുകളെ പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ പണം കൊടുക്കുന്നില്ല ഗവൺമെൻറ്, പോസ്റ്റുകൾ അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നില്ല. ആ വിഷയം നിൽക്കുമ്പോൾ ഈ മർക്കസ് യുനാനി കോളേജിന് മാത്രം കൊടുത്തത് AP സുന്നി വിഭാഗത്തെ കൂടെ നിർത്തുക, ഇലക്ഷനിൽ കൂടെ നിർത്തുക എന്നുള്ളൊരു തന്ത്രമാണ്. അങ്ങനെ പച്ചയ്ക്ക് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പിണറായി വിജയനെ, പച്ചയ്ക്ക് വർഗീയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, കാരണം അങ്ങനെയാണെങ്കിൽ ആക്ഷേപം ശരിയാണെങ്കിൽ അതൊരു വർഗീയ കാര്യമാണല്ലോ, അങ്ങനെ പറയുന്ന പിണറായി വിജയന് വലിയ സപ്പോർട്ടാണ് കിട്ടുന്നത്. ഒരു വശത്ത് അഴിമതി, സ്വജനപക്ഷപാതം,
വേറെ ബാക്ക് ഡോർ എൻട്രി, അതിൻ്റെ കഥകൾ വേറെ. മറുവശത്ത് ഇത്തരം കഥകൾ. ഒരു ലോഡ് മണ്ണ് എടുത്തുകൊണ്ട് പോകണതിന് 100 രൂപ ലോക്കൽ നേതാവിന് കൂലി കൊടുത്താലേ ആ മണ്ണെടുക്കാൻ സമ്മതിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അത്ര മോശം നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്, വളരെ മോശം നാട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ കൊടിയ അഴിമതിയാണ് ഇവിടെ. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, വാർഡ് അടിസ്ഥാനത്തിൽ അഴിമതിയാണ്. അഴിമതി സാർവത്രികവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് എയ്ഡഡ് കോളേജ് അനുവദിച്ചിരിക്കുന്നത്. നമുക്കറിയാനുള്ളത് വെള്ളാപ്പള്ളി നടേശൻ ഇതിനകത്ത് എന്ത് റോളാണുള്ളത്, എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്നറിയാൻ വളരെ വലിയ കൗതുകമുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളി ഇതിലൊരു കമൻറ്റ് പറഞ്ഞിട്ടുമില്ല. പറയണ്ടേ? പിണറായിയുടെ മുഖത്ത് നോക്കി പറയണ്ടേ? മിസ്റ്റർ പിണറായി, നിങ്ങൾ അവിടെ കൊടുത്തപ്പോൾ, മർക്കസ് യുനാനി കോളേജിന് നിങ്ങൾ എയ്ഡഡ് പദവി കൊടുക്കുമ്പോൾ ഞങ്ങളുടെ 2 SN കോളേജിനോ SNൻ്റെ ട്രസ്റ്റിലുള്ള സ്കൂളിനോ കൂടി ഞങ്ങൾ അനുവാദം താ എന്ന് ചോദിക്കണ്ടായിരുന്നോ? ചോദിച്ചില്ല. അതുകൊണ്ട് തന്നെ വൺ സൈഡഡാണ് വെള്ളാപ്പള്ളിയുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും. അതുകൊണ്ട് തന്നെയാണ് SNDPക്കാർ പോലും അത് സീരിയസ് ആയിട്ട് എടുക്കാത്തത്. ഇദ്ദേഹം പറയുന്നതിനുള്ള ഒരു സപ്പോർട്ട് എല്ലാ SNDP ശാഖകളിൽ നിന്നും കിട്ടാതെ പോകുന്നതിൻ്റെ ഒരു കാരണം ഇതുകൂടിയാണ്. പിന്നെ ഇദ്ദേഹം വൺ സൈഡഡാണ്. അല്ലാതെ വിമർശിക്കുകയാണെങ്കിൽ, ഉമ്മൻചാണ്ടി വിമർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെ വിമർശിക്കണം. പക്ഷേ ആ ഒരു വിമർശനം നടക്കുന്നില്ല എന്നുള്ളതാണ്. കാര്യങ്ങൾ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് അറിയില്ല എന്നതാണ് ഒരു പരിഭവം, പരാതി. ഇനി UDF വരികയാണെങ്കിൽ കിടന്ന് ബഹളം കാണിക്കും. UDF തന്നില്ല എന്ന് പറഞ്ഞ് ബഹളം കാണിക്കും. UDF വരുമ്പോൾ ലീഗാണ് ഭരിക്കുന്നതെന്ന് പറയും, ജമാഅത്താണ് ഭരിക്കുന്നതെന്ന് പറയും. അതൊക്കെ പറഞ്ഞോളൂ. പക്ഷേ ഇപ്രാവശ്യം പിണറായി വിജയനാണ് ഇവിടെ ഭരിക്കുന്നത്. 10 വർഷമായി ഭരിക്കുന്നു. 10ാം വർഷത്തിൽ ഇറങ്ങുന്നതിന് 4 ദിവസമുള്ളപ്പോൾ ഒരു മതവിഭാഗത്തിൻ്റെ യുനാനി കോളേജിലാണ്. അങ്ങനെ ഭയങ്കര വലിയ സാങ്കേതിക, ശാസ്ത്ര സാങ്കേതിക, വൈദ്യരംഗത്ത് വലിയ സംഭാവന ഉള്ളൊരു മേഖലയല്ലല്ലോ. എന്നിട്ടും യുനാനി കോളേജിന്, ആയുർവേദ കോളേജുകളൊക്കെ എത്രയോ കിടക്കുന്നു ഇവിടെ, സിദ്ധ കോളേജുകൾ കിടക്കുന്നു, അലോപ്പതി കോളേജുകൾ കിടക്കുന്നു. അതൊക്കെ കിടക്കുമ്പോഴാണ് യുനാനി കോളേജിന് എയ്ഡഡ് പദവി കൊടുക്കുന്നത്. അത് വോട്ട് കൂടെ നിർത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ പിണറായി വിജയനുള്ളൂ. അല്ല, പിണറായി വിജയൻ ഇതിനകത്തുള്ള സ്നേഹവും ബഹുമാനവും ഒന്നുമല്ല. പക്ഷെ അത് മനസ്സിലാക്കി പ്രതികരിക്കാൻ വെള്ളാപ്പള്ളിക്ക് കഴിയുന്നില്ല എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും രസകരമായ ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ട്. പുതിയ മേഖലകളും പുതിയ ചർച്ചകളും ഇതിൻ്റെ പേരിൽ ഇനിയും തുടർന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളി എന്തു പറയും? ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് പിണറായി വിജയൻ്റെ ഈ പ്രകടനത്തെ എതിർക്കണ്ടയോ? ഉത്തരം പറയേണ്ടത് വെള്ളാപ്പള്ളി നടേശനാണ്. ഇതേ ചോദ്യം ഇനിയിപ്പോൾ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരിക്കും. സതീശനോ രമേശ് ചെന്നിത്തലയോ ഒന്നും ചോദിക്കത്തില്ല. കാര്യം ചോദിച്ചാൽ സുന്നി വിഭാഗത്തിൻ്റെയും മുസ്ലിങ്ങളുടെ വോട്ട് പോകുമോ എന്ന് വിചാരിച്ച് അവർ മിണ്ടത്തില്ല. ചിലപ്പോൾ വേണ്ടി വന്നാൽ രാജീവ് ചന്ദ്രശേഖരോ BJPക്കാരോ ചോദിക്കുമായിരിക്കും. വേറെ ആരും ചോദിക്കത്തില്ല. ആരോ ചോദിക്കട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ യുനാനി കോളേജിന് എയ്ഡഡ് പദവി കൊടുത്തത് ഇലക്ഷൻ്റെ വോട്ട് പിടിക്കാനല്ലേ? ഒന്നാമത്തെ ചോദ്യം. സുന്നി വിഭാഗത്തെ കൂടെ നിർത്താനല്ലേ? അങ്ങനെയാണെങ്കിൽ അത് വെള്ളാപ്പള്ളി അടക്കമുള്ള ആളുകൾ ചോദ്യം ചെയ്യാത്തത് എന്തേ? ഇനി അത് ചോദ്യം ചെയ്തില്ലെങ്കിലും നിങ്ങൾ അവർക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾ കൂടി തരണം എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളിയും 2 ആപ്ലിക്കേഷൻ മന്ത്രിസഭയിലോട്ട് കൊടുത്ത് നേടിയെടുക്കാത്തത് എന്തേ? അപ്പോൾ ഇതെല്ലാം ഉപരിപ്ലവമായി പറയുന്നതല്ലാതെ സമുദായത്തിൻ്റെ യഥാർത്ഥ സ്പിരിറ്റിലേക്ക് വരുമ്പോൾ നേടിയെടുക്കാനുള്ള കഴിവൊന്നും ആർക്കും ഇല്ല എന്ന് പറയേണ്ടി വരും. വെള്ളാപ്പള്ളി നടേശൻ എന്താണ് ഒരു മൗനം എന്നും അദ്ദേഹത്തിൻ്റെ മൗനത്തിൻ്റെ കാരണം മറ്റു ചിലത് പറയുന്നുണ്ട്, അതാണോ എന്നും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്.